ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വിജയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിളിൻ്റെ ഇമെയിൽ ആപ്ലിക്കേഷനായ ഇൻബോക്സ് നിർത്താൻ തീരുമാനമായി. ഇൻബോക്സ് സേവനങ്ങൾ ഏപ്രിൽ 2-ന് അവസാനിക്കുമെന്ന് ഗൂഗിൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. നിലവിൽ ഇൻബോക്സ് ഉപയോഗിക്കുന്നവർക്ക് ജിമെയിലിലേക്ക് മാറാമെന്നും ഗൂഗിൾ വ്യക്തമാക്കുന്നു. 2014-ലാണ് ഗൂഗിൾ മെയിൽ ആപ്ലിക്കേഷനായ ഇൻബോക്സ് ആരംഭിക്കുന്നത്. അതായത് ജിമെയിലിനേക്കാളും ഫെസിലിറ്റീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു ഇൻബോക്സ്. എന്നാൽ അവർ ഉദ്ദേശിച്ച അത്ര അത് വളർന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ നിർത്താൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതായത് ജിമെയിലിനോടൊപ്പം ഉപയോഗിക്കാവുന്ന മൊബൈൽ ഫ്രണ്ട്ലി ആയ, അതായത് കൂടുതൽ ഫീച്ചേഴ്സുള്ള ആപ്ലിക്കേഷനാണ് ഇൻബോക്സ്. എന്നാൽ ജിമെയിലിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകളേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ ഇൻബോക്സിൽ ആപ്ലിക്കേഷനിൽ ഗൂഗിൾ അവതരിപ്പിച്ചിരുന്നു. അതായത് ഇതിൽ AI-യുടെ സഹായത്താൽ, അതായത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ സ്മാർട്ട് റീപ്ലേ തുടങ്ങിയ ഒട്ടനവധി ഫെസിലിറ്റീസ് ഇതിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻബോക്സ് നിർത്താൻ പോകുന്ന സൂചന ഗൂഗിൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇൻബോക്സ് ഉപയോഗിക്കുന്നവർക്ക് ജിമെയിലിലേക്കോ ഗൂഗിൾ ടാസ്ക്, ഗൂഗിൾ കീപ്പ് ആപ്പ് എന്നിവയിലേക്കോ മാറാം. ഇവ ആൻഡ്രോയിഡിലും iOS-ലും ലഭിക്കും. അതേസമയം ജിമെയിലിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇൻബോക്സിനോട് ഗുഡ് ബൈ പറയുന്നതെന്ന് ഗൂഗിൾ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.